ഹായ് ഡിയേഴ്സ്, ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുമായിട്ടാണ് നമ്മൾ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത്. അതായത് നമുക്ക് 50,000 ഓൾ ഇന്ത്യ റാങ്ക് വരെ കിട്ടിയ കുട്ടികളുടെ കേരള റാങ്കിങ് എത്രയാണെന്ന് നമുക്കൊരു കാൽക്കുലേഷൻ ചെയ്ത് നോക്കാവുന്നതാണ്. അതനുസരിച്ച് നിങ്ങൾക്ക് ഏത് കോളേജിൽ ഏത് കോഴ്സിലാണ് അഡ്മിഷൻ കിട്ടുക എന്നുള്ള ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ഒന്ന് ആലോചിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുകൾ കിട്ടുവാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ആ ബെൽ ഐക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പൊ നമ്മൾ ഇടുന്ന ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈക്കും നമുക്ക് വളരെ വളരെ പ്രാധാന്യമുള്ളതാണ്. അതുകൊണ്ട് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്കാണ് നമ്മൾ ഇവിടെ കടക്കുന്നത്. നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കാം. നമ്മളിവിടെ ഓൾ ഇന്ത്യ റാങ്കുകളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഞാൻ ഒരു 10,000 റാങ്ക് മുതൽ 50,000 റാങ്ക് വരെയുള്ളവരുടെ നീറ്റിന്റെ സ്കോറും കേരള റാങ്കുമാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇപ്പൊ ഞാൻ കഴിഞ്ഞ വീഡിയോയില് നമുക്ക് ഏകദേശം 15,000 റാങ്ക് വരെയുള്ള കുട്ടികൾക്ക് ഷുവറായിട്ടും MBBS ഗവൺമെന്റ് കോളേജുകളിൽ തന്നെ കിട്ടുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതായത് അവർ കേരളത്തിന്റെ വെളിയിൽ ഓൾ ഇന്ത്യ കോട്ടയിലേക്ക് ഇപ്പൊ നമ്മളിവിടെ ഡീറ്റെയിൽസ് ആയിട്ട് നോക്കുമ്പോൾ 10,000 റാങ്ക് കിട്ടിയ കുട്ടിയുടെ നീറ്റ് സ്കോർ ഏകദേശമാണ് 625 ആണ് വരുന്നത്. അവരുടെ കേരള റാങ്ക് വരുന്നത് 1360 ആണ്. അപ്പൊ ഇതുവരെക്ക് ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ ഗവൺമെന്റ് കോളേജുകളിൽ മെഡിക്കൽ സീറ്റുകൾ കിട്ടില്ല. സെൽഫ് ഫിനാൻസിങ് കിട്ടും. കേരളത്തിൽ തന്നെ പഠിക്കണമെന്ന് ആഗ്രഹമുള്ള കുട്ടിക്ക്. പക്ഷേ നമുക്ക് ഓൾ ഇന്ത്യ കോട്ടയിലാണെങ്കിൽ ഷുവർ ആയിട്ടും ഗവൺമെന്റ് കോട്ടയിൽ തന്നെ അഡ്മിഷൻ കിട്ടുന്നതായിരിക്കും. അത് നമ്മുടെ ചോയ്സ് ആണ്. ഏതൊക്കെ കോളേജുകൾ സെലക്ട് ചെയ്യണം എന്നുള്ളത് നന്നായിട്ട് ആലോചിച്ച് പാരന്റ്സിനോടും എല്ലാവരോടും നമുക്കറിയാവുന്നവരോടും എല്ലാവരോടും ആലോചിച്ച് നമ്മൾ ഓപ്ഷൻസുകൾ രജിസ്റ്റർ ചെയ്യാം. അതുപോലെ തന്നെ 12,000 റാങ്കുള്ള കുട്ടിയുടെ നീറ്റ് സ്കോർ 619 ആണ്. അവർക്ക് ഏകദേശം 1600 വരെ കേരള റാങ്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ ഇതും ഇതേ ഒരു അവസ്ഥ തന്നെയാണ്. കേരളത്തിൽ MBBS സീറ്റ് കിട്ടില്ല. BDS കിട്ടും കേട്ടോ. BDS 3,500 വരെ കഴിഞ്ഞ വർഷം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഷുവറായിട്ടും ഗവൺമെന്റ് കോളേജിൽ BDSന് അഡ്മിഷൻ ഉണ്ടാവും. അതർ അലൈഡ് കോഴ്സുകൾക്കും അഡ്മിഷൻ കിട്ടുന്നതായിരിക്കും. നമുക്ക് അതിലേക്ക് കടക്കാവുന്നതാണ്. നിങ്ങൾക്ക് BAMSഉം BHMSനെ കുറിച്ചൊക്കെ ഞാൻ ഈ വീഡിയോയിൽ തന്നെ പറഞ്ഞുതരാം. 15,000 റാങ്കുള്ള ഒരു കുട്ടി 611 ആണ്. അത് 2,000 ആണ്. ഇതും ഗവൺമെന്റില് MBBS കിട്ടില്ല. പക്ഷേ കേരളത്തിൽ കിട്ടില്ല, പുറത്ത് കിട്ടും. അപ്പൊ നമ്മളത് ഓക്കെ ആക്കിയതാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞൊരു കാര്യമാണ്. 20,000 റാങ്കുള്ള കുട്ടി 600 മാർക്കായിരിക്കും. ഏകദേശമാണ്. അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ വേരിയേഷൻസ് ഒക്കെ വരാം. നമ്മൾ 2,500 2,700 ആണ് റാങ്ക് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ അത് ഇതുകൊണ്ട് തന്നെ ഇവരുടെ പ്രയാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഓൾ ഇന്ത്യ കോട്ടയിലും ഗവൺമെന്റ് സീറ്റ് അലോട്ട് ചെയ്യാൻ പ്രയാസമാണ്. സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ ഓക്കെ, ഡീംഡ് യൂണിവേഴ്സിറ്റികൾ ഓക്കെ, പ്രൈവറ്റ് മാനേജ്മെന്റ് കോട്ടയിലൊക്കെ ഉള്ള സീറ്റുകളെല്ലാം തന്നെ ഓക്കെ ആയിരിക്കും. MBBS നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വാങ്ങാവുന്നതാണ്. പക്ഷെ ഓൾ ഇന്ത്യ കോട്ടയിലും ഗവൺമെന്റ് സീറ്റ് ലഭിക്കാൻ പ്രയാസമാണ്. പക്ഷേ MBBS സീറ്റ് ലഭിക്കാൻ പ്രയാസമാണ്. പക്ഷെ BDS നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. 3,500 വരെയുള്ള കുട്ടികൾക്ക് ഏകദേശം 3,400. ഇപ്പൊ 25,000 കിട്ടിയ ഒരു റാങ്ക് ഉള്ള കുട്ടിക്ക് 3,400 ആണ് റാങ്ക് വരുന്നത്. ആ കുട്ടിക്ക് BDS പ്രതീക്ഷിക്കാവുന്നതാണ്. BDS ഗവൺമെന്റ് കോളേജിൽ BDSന് ലഭിക്കാവുന്നതാണ്. കഴിഞ്ഞ വർഷത്തെ പ്രകാരം 3,500 ആണ് BDSന്റെ ലാസ്റ്റ് റാങ്ക് നമുക്ക് കേരളയിൽ വന്നിരുന്നത്. അപ്പൊ നമുക്ക് എല്ലാ ഓപ്ഷൻസുകളും കൊടുക്കാവുന്നതാണ്. സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ കേരളത്തിലും നമുക്ക് ഈ ഒരു റാങ്കിൽ ലഭിക്കാവുന്നതാണ്. അടുത്തത് 30,000 റാങ്ക് വരുന്ന കുട്ടിക്ക് 580 ആണ് സ്കോർ. 4,000 മുതൽ 4,500 വരെയാണ് കേരള റാങ്ക് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ നമുക്ക് സെൽഫ് ഫിനാൻസിങ് BDS ആയിരിക്കും കിട്ടുക. സെൽഫ് ഫിനാൻസിംഗില് BDS പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി അതർ അലൈഡ് കോഴ്സുകൾ എല്ലാം തന്നെ നമുക്ക് ലഭിക്കുന്നതാണ്. നമ്മൾ അതിലേക്ക് കടക്കുന്നതാണ്. അതർ അലൈഡ് കോഴ്സുകളായ BHMS, അഗ്രികൾച്ചർ, ഫോറസ്ട്രി, യുനാനി ഇതെല്ലാം നമുക്ക് കിട്ടാവുന്നതാണ്. നമ്മൾ മെയിനായിട്ടും MBBS BDS പറഞ്ഞതിന് ശേഷം നമ്മൾ അതിലേക്ക് കടക്കുന്നതാണ്. ഇനി 36,000 മുതൽ 570, 36,000 റാങ്കുള്ള കുട്ടിക്ക് 570 ആണ് സ്കോറെങ്കിൽ ഏകദേശം 4,800 5,000 വരെ വരാം. ആ ഒരു റേഞ്ചിലാണ് നമ്മൾ
പ്രെഡിക്റ്റ് ചെയ്തത്. ഇപ്പൊ ഇവിടെയും ഇതേ ഒരു ലെവലാണ് വരുന്നത്. സെൽഫ് ഫിനാൻസിങ്ങിലാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. അതർ അലൈഡ് കോഴ്സുകളിലൊക്കെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പക്ഷെ MBBS കിട്ടാൻ ഉള്ള പ്രയാസമുണ്ട്. പക്ഷെ നമുക്ക് ഓൾ ഇന്ത്യ കോട്ടയിലും ഇതേപോലെ തന്നെ സെൽഫ് ഫിനാൻസിങ് കോളേജുകളും ഡീംഡ് യൂണിവേഴ്സിറ്റികളും ഒക്കെ തന്നെ ഉണ്ട്. നമുക്ക് പൈസ കയ്യിലുണ്ടെങ്കിൽ കുറച്ചും കൂടി പ്രതീക്ഷിക്കാവുന്നതാണ്. ഫീസ് കൊടുക്കാൻ തയ്യാറായിട്ടുള്ള കുട്ടികളാണെങ്കിൽ നമുക്ക് പുറത്തുള്ള കോളേജുകളിൽ സീറ്റ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി 42,000 റാങ്കുള്ള ഒരു കുട്ടിക്ക് 560 നീറ്റിന്റെ സ്കോർ. 5000ന്റെ മുകളിലാണ് റാങ്ക് വരുന്നത്. അപ്പൊ 5000ന്റെ റാങ്കിന്റെ മുകളിൽ വരുന്ന സമയത്ത് കേരളയിലെ റാങ്കുള്ള കുട്ടികൾക്ക് BDS സെൽഫ് ഫിനാൻസിങ് സാധ്യമാവുമായിരിക്കാം. ഇനി ഓൾ ഇന്ത്യ കോട്ടയിലും അവർക്ക് ഗവൺമെന്റ് കോട്ടയിലും MBBS BDS ഒന്നും തന്നെ സാധ്യമല്ല. 50,000 വരുന്ന ഒരു കുട്ടിക്ക് 7,000 ആണ് ഏകദേശം റാങ്ക് കണക്കാക്കുന്നത്. അവർക്ക് അതർ അലൈഡ് കോഴ്സുകളിലേക്ക് നമ്മുടെ കേരളയിൽ തന്നെ ഗവൺമെന്റ് കോളേജുകളിൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് അതൊന്ന് പരിശോധിക്കാം. ഏതൊക്കെ കോഴ്സുകൾക്കാണ് നമുക്ക്, അതായത് BAMS, BHMS, അഗ്രികൾച്ചർ, യുനാനി, ഈ കോഴ്സുകളിലേക്കൊക്കെ തന്നെ നമുക്ക് കിട്ടുമോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഏതായിരുന്നു ലാസ്റ്റ് റാങ്ക് എന്നുള്ളത്. അപ്പൊ നമ്മളൊരു കാര്യം ഇത്രയും നമ്മൾ കൺക്ലൂഡ് ചെയ്യാണ്. അതായത് 16,000 വരെ നമുക്ക് അതർ സ്റ്റേറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് MBBS സീറ്റ് ഉറപ്പിക്കാം. ഇപ്പൊ എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കുക, നമുക്ക് ഓൾ ഇന്ത്യ കോട്ടയിലെ ഫസ്റ്റ് അലോട്ട്മെന്റ് തന്നെ നിങ്ങൾക്ക് എല്ലാ കോളേജുകളും നിങ്ങൾക്ക് കൊടുക്കാം. നിങ്ങൾക്ക് MBBS BDS ആ ഓർഡറിൽ തന്നെ നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് തന്നെ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. കേരളയിൽ പഠിക്കണമെന്നുള്ള ഒരു ആഗ്രഹം നിങ്ങളൊന്ന് മാറ്റി വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുറത്തെ കോളേജുകളിൽ നല്ല ക്യാമ്പസോട് കൂടിയിട്ടൊക്കെ കുറഞ്ഞ ഫീസിലൊക്കെ പഠിക്കാനുള്ള ഒരുപാട് അവസരങ്ങളുണ്ട്. അപ്പൊ അതും നമ്മളൊന്ന് എടുക്കാവുന്നതാണ്. എല്ലാ കാര്യങ്ങളും നമ്മൾ സ്വന്തമായിട്ട് തീരുമാനിക്കുക. നമ്മുടെ പാരന്റ്സും സ്വന്തമായിട്ടാണ് തീരുമാനിക്കുക. വേറെ പ്രൈവറ്റ് ഏജൻസികളുടെ അടുത്തൊക്കെ പോയിട്ട് ഒരുപാട് കുട്ടികൾക്ക് കഴിഞ്ഞ വർഷമൊക്കെ നമ്മുടെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ട്. ഇപ്പൊ നമുക്കറിയുന്ന ഒരുപാട് കേസുകൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓപ്ഷൻ രജിസ്ട്രേഷൻ നിങ്ങൾ ഒരു കഫേയിലൊക്കെ പോയി ചെയ്യാൻ നിങ്ങൾ കൂടെ ഇരിക്കണം. എന്നിട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഏതൊക്കെ ഓപ്ഷൻസുകൾ കോളേജുകൾ എന്നുള്ളത് നമ്മൾ നന്നായി പഠിച്ചു മനസ്സിലാക്കുക. നിങ്ങളുടെ ഒപ്പം തന്നെ നമ്മൾ ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പൊ കുട്ടികളെ, നമുക്ക് MBBS BDS സീറ്റുകളുടെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. BDS MBBS സീറ്റ് പോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോഴ്സുകളാണ് മെഡിക്കൽ അലൈഡ് കോഴ്സുകൾ. അഗ്രികൾച്ചർ ആയാലും ഫോറസ്ട്രി ആയാലും ഫിഷറീസ് കോഴ്സുകളൊക്കെ തന്നെ വളരെ നല്ല കോഴ്സുകളാണ്. നമുക്ക് അതിൽ ഹയർ സ്റ്റഡീസിനെല്ലാം പോകാൻ പറ്റുന്ന കോഴ്സുകളാണ്. പക്ഷെ കുട്ടികളുടെ ഒരു മനസ്സിലേക്ക് MBBS അങ്ങനെ തറച്ചു കയറിയിട്ടുണ്ടെങ്കിൽ പിന്നെ അവര് അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുക അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണ് വേണ്ടത്. പക്ഷെ നമുക്ക് ഈ ഒരു വർഷം തന്നെ കളയാതെ ഈ വർഷം തന്നെ നമുക്കൊരു പ്രൊഫഷണൽ കോഴ്സിന് ചേരാം എങ്കിൽ നമ്മൾ ബാക്കിയുള്ള ബദൽ സംവിധാനങ്ങൾ നമ്മൾ ആലോചിക്കേണ്ടതാണ്. അത് വേണ്ടിയിട്ട് ലാസ്റ്റ് ഇയറിലെ കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് ഇയറിലെ റാങ്ക് ഡീറ്റെയിൽസും കൂടി നമ്മളൊന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. CE.nic.in എന്ന വെബ്സൈറ്റിലുണ്ട് ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസുകൾ. അപ്പൊ വിദ്യാർത്ഥികൾക്ക് ഓരോരുത്തർക്കും ഇത് പരിശോധിച്ചിട്ട് നമുക്കൊരു കോഴ്സ് ഏതെങ്കിലും അലൈഡ് കോഴ്സുകൾക്കും നമ്മുടെ റാങ്കിന്റെ പരിധിയിൽ വരുന്നുണ്ടോന്നും ചെക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പൊ നമ്മുടെ ഹോമിയോക്ക് ഗവൺമെന്റ് കോളേജുകളേ ഉള്ളൂ. അപ്പൊ ഇവിടുത്തെ ലാസ്റ്റ് റാങ്ക്, അതായത് ജനറലിലെ ലാസ്റ്റ് റാങ്ക് വന്നിരിക്കുന്നത് 978 ആണ്. അപ്പൊ അത് സാധാരണ കേസിന് 50,978 റാങ്ക് വരണമെങ്കിൽ 530 മാർക്ക്, അതായത് 500ന്റെ മാർക്കിന്റെ റേഞ്ചിലുള്ള കുട്ടികൾക്ക്, 500ന്റെ മുകളിലുള്ള കുട്ടികൾക്ക് ഏകദേശം നമുക്ക് VHSMന് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് അതൊന്ന് ഏകദേശമാണ് പറയുന്നത്. എല്ലാം നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നമുക്ക് ഓപ്ഷൻസുകളൊക്കെ തന്നെ കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ കാറ്റഗറി വൈസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈഴവ കാറ്റഗറിയിലും ഇതേപോലെ തന്നെയാണ് റാങ്ക് ഡീറ്റെയിൽസ് വരുന്നത്. അപ്പൊ ഇത് നിങ്ങൾക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്നതാണ്. 10,385 റാങ്ക് വരെ ഈഴവയിൽ പോയിട്ടുണ്ട്. മുസ്ലിം കാറ്റഗറിയിലും ഇതേപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഹയസ്റ്റ് പോയിരിക്കുന്നത് 9,609 റാങ്കാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ബാക്ക്വേർഡ് ഹിന്ദു കാസ്റ്റിലേക്കും വന്നിരിക്കുകയാണെങ്കിൽ 11,052 ലാസ്റ്റ് റാങ്ക് പോയിരിക്കുന്നത്. ഇപ്പൊ ലാറ്റിൻ കാത്തലിക് പോയിരിക്കുന്നത് ലാസ്റ്റ് റാങ്ക് പോയിരിക്കുന്നത് 14,198 ഇങ്ങനെ ഓരോ കാറ്റഗറി വൈസ് ആയിട്ട് ഞാൻ ഇവിടെ പറയുന്നില്ല, നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാവുന്നതാണ്. ഇവിടെ നോക്കിയാൽ SCയുടെ നമ്മൾ പറയാം. SCയുടെ ലാസ്റ്റ് റാങ്ക് പോയിരിക്കുന്നത് പല കുട്ടികൾക്കും സംശയം
ഉണ്ട്. 21,869 STക്ക് അതിനേക്കാൾ കൂടുതലായിരിക്കും. 37,448 വരെ ലാസ്റ്റ് റാങ്ക് പോയിട്ടുണ്ട്. ഇത് ഗവൺമെന്റ് കോളേജുകളാണ്. നമുക്ക് സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ ഇല്ല, ഹോമിയോക്ക്, അതും കൂടി നമ്മൾ മനസ്സിലാക്കുക. ഇനി നമ്മൾ ആയുർവേദ കോളേജുകളിലേക്ക് കടക്കുന്ന സമയത്ത്, അതായത് BHMS കോഴ്സിലേക്ക് നമ്മൾ കടക്കുമ്പം അവിടുത്തെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. അതായത് ഇപ്പൊ ഇവിടെ ജനറൽ മെറിറ്റില് SM സ്റ്റേറ്റ് മെറിറ്റില് ലാസ്റ്റ് റാങ്ക് പോയിരിക്കുന്നത് നമുക്ക് പരിശോധിക്കാവുന്നതാണ്. 7,161 റാങ്ക് ഉള്ളത് കുട്ടികളെ. അപ്പൊ നമുക്ക് 50,000 നമ്മൾക്ക് ഇപ്പൊ കിട്ടിയതെങ്കിൽ, ഓൾ ഇന്ത്യ റാങ്ക് എങ്കിൽ നിങ്ങൾക്ക് ഷുവറായിട്ടും ഗവൺമെന്റ് കോട്ടയിൽ കേരളത്തിൽ തന്നെ നിങ്ങൾക്ക് ആയുർവേദ പഠിക്കാവുന്നതാണ്. ഒപ്പം തന്നെ അതർ റിസർവ്ഡ് കാറ്റഗറീസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. SC കാറ്റഗറിയിൽ നമുക്ക് പോകുന്നത് 19,141 ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽ. അതുപോലെ തന്നെ STക്കും കുറച്ചും കൂടി കൂടുതലായിട്ട് തന്നെയാണ് വരുന്നത്. 33,000 വരെ റാങ്ക് വരെ പോകുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ കേരള റാങ്ക് വരും കാത്തിരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഏകദേശം ഒരു കാൽക്കുലേഷൻ നടത്തി വെക്കാവുന്നതാണ്. ഓക്കെ, ഇതേപോലെ തന്നെ സെൽഫ് ഫിനാൻസിങ് കോളേജുകളുണ്ട് ആയുർവേദത്തിന്റെ. അതിന്റെ ലാസ്റ്റ് റാങ്ക് കൂടി നമുക്ക് നോക്കാം. ഇപ്പൊ സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ കോളേജുകളുടെ ലിസ്റ്റുകളൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നമുക്ക് നമ്മുടെ കേരളയിലാണെങ്കിലാണ് നമ്മൾ കീം മുഖാന്തരം അപേക്ഷിക്കേണ്ടത്. ഇതേ കോട്ടയിൽ തന്നെ 15% നമുക്ക് ഓൾ ഇന്ത്യ കോട്ടയിലും നമുക്ക് ഗവൺമെന്റ് കോളേജുകളിൽ സീറ്റ് വാങ്ങിക്കാവുന്നതാണ്. അതിന് നമ്മൾ ആയുഷിന്റെ വെബ്സൈറ്റ് മുഖാന്തരമാണ് അപേക്ഷിക്കേണ്ടത്. അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നമ്മൾ നമ്മുടെ തൊട്ട് മുന്നേറ്റ വീഡിയോയിൽ ആയുർവേദ ഹോമിയോക്ക് വേണ്ടി നമ്മളൊരു പ്രത്യേക വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. അതൊന്ന് കാണാത്തവരൊന്ന് കാണണേ. ഇവിടെ സെൽഫ് ഫിനാൻസിംഗിലെ ലാസ്റ്റ് റാങ്ക് ജനറൽകാരുടെ കാര്യമാണ് നമ്മൾ ആദ്യം പറയുന്നത്. ലാസ്റ്റ് റാങ്ക് വന്നിരിക്കുന്നത് 15,876 നമ്മുടെ വെറ്റിനറി കോളേജ് എന്ന് പറയുമ്പോൾ വളരെ നല്ല കോഴ്സാണ് വെറ്റിനറി കോളേജിൽ. അത് 2 കോളേജുകളാണുള്ളത്, നമുക്കറിയാവുന്നതാണ്. തൃശ്ശൂറും വയനാടുമാണുള്ളത്. 2 ഗവൺമെന്റ് കോളേജുകളാണുള്ളത്. അവിടുത്തെ ലാസ്റ്റ് റാങ്ക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം 4,233 നല്ല ടൈറ്റ് ആയിരിക്കും കിട്ടാൻ. 4,233 ലാസ്റ്റ് റാങ്ക് ജനറൽ കാറ്റഗറിയിൽ വന്നിരിക്കുന്നത്. SC കാറ്റഗറിയിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ 17,644 വന്നിരിക്കുന്നത്. ഇനി നമ്മൾ ഫിഷറീസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു കോളേജ് ആണുള്ളത്, കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസ്. അതിന്റെ ജനറൽ റാങ്ക് നോക്കുക 8,078. അപ്പൊ അതായത് 50,000 മുകളിലുള്ള കുട്ടികൾക്ക് റാങ്ക് ഏകദേശം 55,000 60,000 അടുത്തുള്ള കുട്ടികൾക്ക് ഓൾ ഇന്ത്യ റാങ്ക് ഉള്ളവർക്ക് ഫിഷറീസിൽ അഡ്മിഷൻ വാങ്ങാവുന്നതാണ്. SCയിലും ഇതേ ഒരു റാങ്ക് ആണുള്ളത് 20,519. അപ്പൊ നമുക്ക് ഗവൺമെന്റ് കോട്ടയിലുള്ള അഗ്രികൾച്ചർ കോഴ്സുകളിലേക്ക് നോക്കാം. അഗ്രികൾച്ചറും വളരെ ഒരു പ്രാധാന്യമുള്ള കോഴ്സുകളാണ്. ഒരുപാട് ജോലി സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പൊ കുട്ടികളെ മനസ്സാണ് മാറേണ്ടത്. നമുക്ക് MBBS മതിയെ എന്നുള്ള ഒരു തീരുമാനത്തിൽ നിന്ന് നിങ്ങൾക്ക് മാറ്റി ചിന്തിക്കാവുന്നതാണ്. നമ്മുടെ റാങ്ക് ഒക്കെ അനുസരിച്ചിട്ട് നമുക്ക് ഇനിയും ഒരു വർഷം കളയണോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കേണ്ടതാണ്. എന്നാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമുക്ക് കിട്ടുന്ന ഇങ്ങനത്തെ നല്ല കോഴ്സുകൾ കിട്ടുകയാണെങ്കിൽ അതിൽ തന്നെ ചേരാവുന്നതായിരിക്കാം. അപ്പൊ ഇവിടെ നമ്മുടെ 4 കോളേജുകളാണുള്ളത്. അതിലെ ലാസ്റ്റ് റാങ്ക് നോക്കുക 6,487. അപ്പൊ അതായത് നമുക്കൊരു 50,000 തൊട്ട് താഴെയുള്ളവർക്കൊക്കെ തന്നെ അഗ്രികൾച്ചർ കോഴ്സിന് നമ്മുടെ കേരളത്തിൽ തന്നെ അഡ്മിഷൻ കിട്ടാവുന്നതാണ്. അപ്പൊ കാറ്റഗറി വൈസ് ആയിട്ട് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബാക്കി എല്ലാ കാറ്റഗറീസും ഇവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഓരോരുത്തർക്കും അത് പരിശോധിക്കാവുന്നതാണ്. ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ. ഇതുപോലെ തന്നെ ഫോറസ്ട്രിയിൽ നമുക്ക് കോളേജ് ഓഫ് ഫോറസ്ട്രിയിലും ഒരുപാട് ഹയർ സ്റ്റഡീസിനൊക്കെ പോകാൻ പറ്റുന്ന ഒരു തൃശ്ശൂരുള്ള ഒരു കോളേജാണ്, ഗവൺമെന്റ് കോളേജാണ്. അവിടുത്തെ ലാസ്റ്റ് റാങ്ക് 6,718. ഇനി യുനാനി കോളേജ് ഉണ്ട്. യുനാനിക്ക് പോകേണ്ട താല്പര്യമുള്ള കുട്ടികൾക്കാണെങ്കിൽ അവരുടെ റാങ്ക് ഏകദേശം ഹയർ റാങ്ക് ഉണ്ട്. 19,259 വരെ യുനാനിക്കും കിട്ടാവുന്നതാണ്. അതുപോലെ സിദ്ധ കോളേജ് ആണ്. നമുക്ക് സിദ്ധ കോഴ്സുകൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള കോളേജാണ്. ശാന്തിഗിരി സിദ്ധ കോളേജ് തിരുവനന്തപുരത്തുള്ളതാണ്. ജനറൽ ഇതേപോലെ തന്നെയാണ്. 18,000 വരെ 18,973 റാങ്ക് വരെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. കേരള റാങ്ക് ആണ്. അപ്പൊ കുട്ടികളെ നമ്മളാണ് തീരുമാനം എടുക്കേണ്ടത് ഏത് കോഴ്സിനാണ് നമ്മുടെ റാങ്ക് അനുസരിച്ച്, നമ്മുടെ അർഹതയ്ക്ക് അനുസരിച്ച് ഏതിനൊക്കെ. നിങ്ങൾക്ക് എല്ലാം കൊടുക്കാം. ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, നമുക്ക് എത്ര മാർക്ക് കുറവാണെങ്കിലും 147 എന്നുള്ള കട്ട് ഓഫ് ഗവൺമെന്റ് തന്നിട്ടുണ്ട്. ആ മാർക്കുള്ള ഏത് കുട്ടിക്കും എത്ര ഓപ്ഷൻസുകൾ വേണമെങ്കിലും സെറ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾക്ക് ആഗ്രഹിക്കുന്ന അതേ കോളേജ് കിട്ടിയിട്ടില്ലെങ്കിലും
നമുക്ക് കിട്ടുന്ന ഒരു ഏകദേശം കിട്ടാവുന്ന ഒരു ധാരണ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. കാര്യം കൂടി നിങ്ങളോട് പ്രത്യേകം വീണ്ടും പറയാണ്, നിങ്ങളുടെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് വളരെ ശ്രദ്ധാപൂർവം അത് നടത്തണം. കാരണം നിങ്ങളൊരു പ്രൈവറ്റ് ഏജൻസിയെ ഏൽപ്പിച്ചു പോന്നു കഴിഞ്ഞാൽ അവിടെ പല തിരക്കുകളും ഉണ്ടാവും. ഞാൻ ഏജൻസിയുടെ പേരൊന്നും പറയുന്നില്ല, പക്ഷെ അതുകൊണ്ട് തന്നെ അവരവിടെ നിന്ന് പേപ്പറൊക്കെ വാങ്ങിവെക്കും. നിങ്ങളോട് കോളേജുകളുടെ ഒരു ലിസ്റ്റ് കൊടുക്കാനൊക്കെ പറയും. അങ്ങനെ നിങ്ങൾ അത് കഴിഞ്ഞ് പോരുന്നു. ഇങ്ങനെ അത് പിന്നീട് അത് വളരെയധികം കുട്ടികൾക്ക് ബുദ്ധിമുട്ടായിട്ടുണ്ട്. അപ്പൊ നമ്മൾ കൂടെ ഇരുന്ന് ഓപ്ഷൻസുകൾ സെറ്റ് ചെയ്യണം. കഫേയിലാണെങ്കിലും എവിടെയാണെങ്കിലും നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ചെയ്യാവുന്നതാണ്. ഒരു കമ്പ്യൂട്ടറും ഒരു നെറ്റ്വർക്കും ഉണ്ടായാൽ മതി. ഇത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്വന്തമായി ചെയ്യാവുന്നതാണ്. എല്ലാ കാര്യങ്ങളും നമ്മുടെ വെബ്സൈറ്റുകളിൽ ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ സ്വന്തമായിട്ട് ഓപ്ഷൻസുകൾ കൊടുക്കാൻ പറ്റുന്നത് പഠിക്കുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. നമ്മൾ വേറൊരാളെ ഏൽപ്പിക്കേണ്ട കാര്യമില്ല, നമ്മൾക്ക് തന്നെ ചെയ്യാവുന്നതാണ്. പക്ഷെ നമ്മൾ കോളേജുകൾ ഏതൊക്കെയാണെന്നൊന്ന് സെലക്ട് ചെയ്ത് ധാരണ ഉണ്ടാക്കണം. നമ്മുടെ വെബ്സൈറ്റുകളിലൊക്കെ തന്നെ കോളേജുകൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. നിങ്ങൾക്ക് നമ്മുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാകുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. പക്ഷെ നിങ്ങളുടെ ലൈക്ക് നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങളുടെ ലൈക്കാണ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. എല്ലാവർക്കും നല്ലൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്.